ഒരേ ഒരു കാര്യമല്ലേ നമുക്കിപ്പോൾ ആലോചിക്കാനുള്ളൂ ഭാഗ്യലക്ഷ്മി, നമ്മുടെ മോളുടെ കാര്യം. അവളുടെ മുഖം കാണുമ്പോ എന്റെ നെഞ്ചരിയുക. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുട്ടി. അവളിപ്പോ കരയുന്നില്ല. നമ്മളെ വേദനിപ്പിക്കാതിരിക്കാൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഭാവിക്കുക. പക്ഷേ എന്റെ കുട്ടിയുടെ ഉള്ളിൽ കരയുന്നത് എനിക്ക് കേൾക്കാം. എന്ത് ചെയ്യും ഭാഗ്യലക്ഷ്മി? എന്തൊരവസ്ഥയാണ് ഈശ്വര. എന്റെ മനസ്സ് പറയുന്നത് ഇപ്പോഴത്തെ വാശിയും വൈരാഗ്യവും ഒക്കെ കുറേശ്ശെയായി മറന്ന് പ്രസാദ് വരുമെന്ന്, വന്ന് അവളെ സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന്. ഏത് ദുഷ്ടന്റെ ഉള്ളിലും കാണാതിരിക്കും ഒരിത്തിരി സ്നേഹം, ഒരിത്തിരി ദയെങ്കിലും. നല്ല സ്വപ്നമാണ് ഭാഗ്യലക്ഷ്മി. വേദനിക്കുന്ന ഏത് രക്ഷകർത്താക്കൾക്കും കാണാവുന്ന സ്വപ്നം. പക്ഷേ ആ സ്വപ്നത്തെ വിശ്വസിച്ചാൽ അത് നടന്നില്ലെങ്കിൽ ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി വേദനയാവും നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് ഞാൻ സ്വപ്നവും കാണുന്നില്ല, ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അത്രമാത്രം ആഴത്തിലുള്ള മുറിവാണ് പ്രസാദ് ഏൽപ്പിച്ചിരിക്കുന്നത്. അയാൾ ആ പഴയ പ്രസാദേ അല്ല, മറ്റൊരാളാണ്. മറ്റൊരു മനസ്സാണ് അയാൾക്കിപ്പോൾ. പുച്ഛവും പകയും മാത്രമേ ഇപ്പോൾ ആ മനസ്സിലുള്ളൂ. പിടിച്ചാൽ കിട്ടാത്ത വേഗത്തിലാണ് അയാൾ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം അമ്മ പോലും ഉപേക്ഷിച്ചു പോയ ഒരു മനുഷ്യനിൽ നിന്ന് എന്താണ് നമ്മളിനി പ്രതീക്ഷിക്കേണ്ടത്? ഒരു പ്രഭാതത്തിൽ നല്ലവനായി ഉണർന്നെണീറ്റ് വരുമെന്ന് പ്രതീക്ഷിക്കാൻ ഇത് കഥയോ നാടകമോ അല്ല ഭാഗ്യലക്ഷ്മി. അപ്പോ നമ്മുടെ മോളുടെ ഭാവി ആലോചിക്കുന്നില്ല. അക്കാര്യം ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നേയില്ല. ആലോചിക്കാൻ ശക്തിയില്ലടോ. ദൈവം തന്നെ പറയട്ടെ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന്. ആ വാക്കുകളിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുക ഞാൻ. ആ മോളെ വാ, ഇവിടെ ഇരിക്കേ. മോൾ ഉറങ്ങിയില്ലേ? നിങ്ങളും ഉറങ്ങിയില്ലല്ലോ. ഞങ്ങൾക്ക് വയസ്സായില്ലേ മോളെ? വയസ്സാവും തോറും ഉറക്കം കുറയും. അച്ഛാ, ലീവ് ഒരാഴ്ച കൂടിയുണ്ട്. പക്ഷേ നാളെ തന്നെ ജോയിൻ ചെയ്താലോ എന്ന് ആലോചിക്കുക ഞാൻ. ജോയിൻ ചെയ്താൽ? ഇവിടെ ഇങ്ങനെ ദിവസം മുഴുവനും വെറുതെ ഇരിക്കുന്നതിലും ഭേദമാണെന്ന് തോന്നുന്നു അവിടെ ജോലിയിൽ ഇൻവോൾവ് ആവുന്നത്. അത് ശരിയാണ്. മനസ്സെപ്പോഴും ആക്റ്റീവായിരിക്കും. കഴിഞ്ഞ കാലത്തിൽ മാത്രം മനുഷ്യൻ ജീവിക്കാനൊക്കില്ലല്ലോ. മോളുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ. പക്ഷേ ബാങ്കിൽ ചെല്ലുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാ? അവർ ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ തന്നെ പലവട്ടം സ്വയം ചോദിച്ചു കഴിഞ്ഞതല്ലേ അമ്മേ. അതുകൊണ്ട് നടുക്കോ കണ്ണീരോ ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. മോളെ, എന്തൊക്കെ സംഭവിച്ചെന്ന് നമുക്കറിയാം. ശരിക്കും ഗത്യന്തരമില്ലാതെയാണ് മോളുടെ കയ്യും പിടിച്ച് അച്ഛൻ ആ പടി ഇറങ്ങിയത്. പക്ഷേ ഇനി ഇങ്ങനെയങ്ങ് മുമ്പോട്ട് പോകാനൊക്കില്ലല്ലോ. എന്താ അടുത്ത പരിപാടി? അടുത്ത പരിപാടി എന്താണെന്ന് ഞാൻ പറയട്ടെ. ഒരു അഡ്വക്കേറ്റിനെ കാണുക, സുമിത്രയ്ക്ക് വക്കീൽ നോട്ടീസ് അയക്കുക ഫോർ ഡൈവോഴ്സ്. ഞാനെന്തിന് അഡ്വക്കേറ്റിനെ കാണണം? ഞാനെന്തിന് വക്കീൽ നോട്ടീസ് അയപ്പിക്കണം? അവളെ ഞാൻ പറഞ്ഞു വിട്ടിട്ടില്ല. അവളുടെ അച്ഛനാ അവളെ വിളിച്ചിറക്കി കൊണ്ടുപോയത്. രണ്ടിൻ്റെയും എഫക്റ്റ് ഒന്നു തന്നെയല്ലേ സാർ? വൈദ്യൻ കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാല്. താങ്ക്സ് ടു ശങ്കർജി. പക്ഷേ പ്രശ്നം അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ലല്ലോ. സാർ ഇവിടെയും സുമിത്ര അവിടെയും കഴിഞ്ഞുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? സാറിനെന്ത് ഗുണം? സാർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ സുമിത്ര പൂർണ്ണമായി ഒഴിഞ്ഞു പോണ്ടേ? എങ്കിലല്ലേ യമുനയ്ക്ക് സാറിൻ്റെ ലൈഫിലേക്ക് കയറി വരാനുള്ള വഴി തെളിയൂ. താൻ പറയുന്നതൊക്കെ ശരി തന്നെയാ. പക്ഷെ നോട്ടീസ് അവരയക്കട്ടെ, എന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്യാം. അപ്പോഴേക്കും സമയം കുറേ അങ്ങ് പോകും സാർ. സാറിന് ഇങ്ങനെ ഒറ്റയാൻ ലൈഫുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? ഇന്നോളം കിട്ടാൻ ഭാഗ്യമില്ലാതെ പോയ ഒരു നല്ല ജീവിതം വേണ്ടേ? മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിയുമായി
ഒരു സുഖജീവിതം. യമുനയുടെ അവസ്ഥ കൂടി സാറൊന്ന് മനസ്സിലാക്കണം. സാറ് വിളിക്കും എന്ന് പ്രതീക്ഷയിലാ പാവം. യമുന മുമ്പത്തെ പോലെ സാറിനെ ഫോൺ ചെയ്യുന്നുണ്ടാവില്ല, സാറിനെ കാണാൻ വീട്ടിൽ വരുന്നുണ്ടാവില്ല. അതൊക്കെ ആഗ്രഹമില്ലാഞ്ഞിട്ടാണെന്നാണോ സാറിന്റെ ധാരണ? സമൂഹം എന്നൊരു പിശാചില്ലേ, ആ പിശാചിനെ ഭയന്നിട്ടാ. ചേച്ചിയില്ലാത്ത വീട്ടിലേക്ക് അനിയത്തി തനിച്ച് കയറിച്ചില്ല എന്നൊക്കെ പറഞ്ഞ സമൂഹത്തിന്റെ വിശപ്പ് തീരാൻ അതിൽ പരം ഹൃദ്യമായൊരു വാർത്തയുണ്ടോ സാർ? സമൂഹത്തിനോട് പോയി ചാകാൻ പറ. അങ്ങനെ ചാകുന്ന സാധനമാണോ സാർ ഈ സമൂഹം? ചിരഞ്ജീവി അത്. വ്യക്തിയുടെ രക്തം കുടിച്ചല്ലേ അതിന്റെ വളർച്ച. അതുകൊണ്ട് ഞാൻ പറയുന്നത്, യമുനയ്ക്ക് നിർഭയമായി സാറിന്റെ ലൈഫിലേക്ക് വരാൻ സാർ ഒരു വഴിയൊരുക്കി കൊടുക്കണം. ആ വഴിയാണ് ഡൈവോഴ്സ്. അത് വൈകിയ ഒരുപക്ഷെ സാറിന് യമുനെ വേണ്ട, ഞാനത് പറയാൻ പാടില്ല. എങ്ങനെ അറം പറ്റിപ്പോയാലോ? വേണ്ട. ഏയ്, വേണ്ട. മോളെ, അയ്യോ, എന്റെ മോളങ്ങ് വാടി കരിഞ്ഞു പോയല്ലോ. ഈ കോലം കണ്ടിട്ട് ആന്റിക്ക് സഹിക്കുന്നില്ല. ഓ, എന്ന് പറഞ്ഞാ എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? കഴിക്കുന്ന ആഹാരം ശരീരത്തിൽ പിടിച്ചാലല്ലേ ഈ ശരീരം പുഷ്ടിപ്പെടുത്തുള്ളൂ. ദേ, പോയതിനെ കുറിച്ച് ഓർത്ത് മോള് സങ്കടപ്പെടാതെ. ഓ, ഒരുത്തൻ പോയെന്നും കരുതി നാട്ടിൽ ആമ്പിള്ളേർക്കാണോ പഞ്ഞും? ആന്റി വീട്ടിലേക്കെങ്ങും വരാറില്ലേന്ന് ഞാൻ ഇന്നലെ അമ്മയോട് ചോദിച്ചു. ഇതിനു മുൻപ് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആന്റി വീട്ടിൽ വരാറുള്ളതല്ലേ? മനഃപൂർവ്വം വരാതിരുന്നതാ മോളെ. വന്നു കഴിഞ്ഞാ എനിക്ക് മോളെ കാണേണ്ടി വരും. മോളെ കണ്ടു കഴിഞ്ഞാ ആന്റിക്ക് കരച്ചിൽ വരും. എന്ന് പറഞ്ഞ എത്ര തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു എന്റെ കുട്ടിയുടേത്. ചില ദുഷ്ടന്മാരങ്ങനെയാ മോളെ. ഓ, അവർക്ക് പെണ്ണുങ്ങളെ വേദനിപ്പിക്കുന്നത് ഒരു രസവാ. മോളെ ഒരുപാട് ഉപദ്രവിക്കായിരുന്നു അയാള്? ഇല്ല, എന്നെ ഒട്ടും ഉപദ്രവിച്ചിട്ടില്ല. ഓ, അത് പിന്നെ മോൾ അങ്ങനെയല്ലേ പറയൂ. അല്ലെങ്കിലും നമ്മള് ഭാര്യമാര് അങ്ങനെ പുറമെ പറയാവൂ, അല്ലെങ്കിൽ നമുക്ക് തന്നെയല്ലേ ദോഷം. പക്ഷേ ഒരുപാട് സങ്കടങ്ങൾ സഹിച്ചുവെന്ന് എന്റെ മോളുടെ മുഖം കണ്ടപ്പോ തന്നെ അറിയാം. മോള് വിഷമിക്കണ്ട. നമ്മളെ ദ്രോഹിച്ചവർക്ക് അതിന്റെ ശിക്ഷ ദൈവം കൊടുത്തോളും. സത്യം പറയട്ടെ, മോള് ഭർത്താവുമായി പിണങ്ങി വന്ന് നിൽക്കുക എന്നറിഞ്ഞത് മുതല് എനിക്ക് തീരെ വിശപ്പ് പോലും ഇല്ല മോളെ. എന്ന് വച്ചാ അങ്ങനല്ലയോ നമ്മൾ രണ്ടു വീട്ടുകാരും കഴിഞ്ഞിരുന്നത്. അയലത്തുള്ള അസൂയക്കാര് മോളെപ്പറ്റി പല കഥകളും ഉണ്ടാക്കി പറഞ്ഞു. അവരുടെയൊക്കെ മുഖത്തിട്ട് ഞാനൊരു ആട്ടാട്ടി. അല്ല പിന്നെ, നോണ പറയുന്നതിനും ഇല്ലേ മോളെ ഒരു മര്യാദ? എനിക്കറിഞ്ഞൂടായോ സുമിത്ര മോളുടെ സ്വഭാവം? മോളിത്തിരി ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. എന്നാ ഇത് ഇത്രയും അങ്ങ് വഷളാവത്തില്ലായിരുന്നു. എന്താ മോളെ, മോളെന്താ ഒന്നും മിണ്ടാത്തേ? ആന്റി പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ? അതായത് കല്യാണം കഴിഞ്ഞ ആ നിമിഷം പഴയതൊക്കെ മറന്നേക്കണം നമ്മള്. കല്യാണത്തിന് മുമ്പ് നമുക്ക് പലരോടും ഇഷ്ടം തോന്നിയെന്നിരിക്കും. പക്ഷേ ഒരുത്തൻ നമ്മുടെ കഴുത്തി താലി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ മാത്രമാ നമ്മുടെ ആള്. അങ്ങനെ അവനെ വിശ്വസിപ്പിക്കെങ്കിലും ചെയ്യണം മോളെ, എങ്കിലേ മുന്നോട്ട് പോകാൻ നോക്കൂ. എന്റെ മനസ്സിൽ അന്നും ഇന്നും പ്രസാദേട്ടൻ മാത്രമേ ഉള്ളൂ. അയ്യോ, ഞാൻ മോളുടെ കാര്യം അല്ല പറഞ്ഞത്, പൊതുവെ പെൺപിള്ളാരുടെ മനോഭാവത്തെ കുറിച്ച് പറഞ്ഞതാ. അതെനിക്ക് മനസ്സിലായി ആന്റി. എന്നാ ഞാൻ പോട്ടെ. അല്ല മോളെ, മോൾക്ക് മുമ്പേ അമ്മായിയമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് കേട്ടു, നേരാണോ? അത് വെറുതെ ഓരോരുത്തരും പറഞ്ഞു വരുന്നതായിരിക്കും. ദേ, ആന്റി അതൊന്നും വിശ്വസിച്ചിട്ടില്ല കേട്ടോ. മോള് നടന്നു. അമ്മയ്ക്കിപ്പോ ഒരുപാട് തൃപ്തിയായി കാണുമല്ലോ അല്ലേ? ഏ, സുമിത്രയെ കുറെ കുത്തി നോവിച്ചപ്പോ തൃപ്തി ആയോന്ന്? അമ്മയ്ക്കിത് എന്തിന്റെ കേടാ? ചേടാ,
ഓ ഞാൻ എന്ത് നോവിച്ചുന്നാ? ഓ ചുമ്മാ രണ്ട് വിശേഷം ചോദിച്ചതിന് നീ എന്തിനാ പ്രേമ എന്റെ മെക്കിട്ട് കയറുന്നേ? അമ്മ എന്ത് വിശേഷോ ചോദിക്കാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കണ്ണിൽ കുത്തി കരയിച്ചിട്ട് ആ കണ്ണീര് തുടച്ചു കൊടുക്കുന്ന പരിപാടിക്ക് ഇംഗ്ലീഷിലൊരു പേരുണ്ട്, സാഡിസം. മലയാളത്തിൽ അതിന് തർജ്ജമയുണ്ട്, ക്രൂരവിനോദം എന്ന് പറയും. അമ്മ ഇപ്പൊ സുമിത്രയോട് കാണിച്ച അതല്ലേ? അമ്മയ്ക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ, ആ മോൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ അവളെ നോക്കുമായിരുന്നോ? കഷ്ടമുണ്ട് അമ്മേ. അമ്മയ്ക്ക് മുമ്പ് സുമിത്രയോടൊരു അടുപ്പം തോന്നിയത് എനിക്കാ. സുമിത്രയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഞാനാ. ആ എനിക്കില്ലാത്ത ദുഃഖവും രോഷവും സാഡിസും ഒക്കെ അമ്മയ്ക്ക് എന്തിനാ? ദിവസം 2 നേരം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇങ്ങനൊരു മനസ്സിൽ നിന്ന് വരുന്ന പ്രാർത്ഥന ഏത് ദൈവം കേൾക്കുക? ദയവ് ചെയ്ത് ദൈവങ്ങളെ ക്ഷേത്രം വിട്ടു പോകാൻ കാരണം ഉണ്ടാക്കരുത് അമ്മേ. എന്റെ ഈശ്വര, ഓ ഇവൻ എന്ത് ദൈവദോഷമൊക്കെയാ ഈ പറഞ്ഞു കൂട്ടിയത്? കുരുത്ത ദോഷി. സർ, ആഹാ, സുമിത്രയോ? 14th വരെയല്ലേ ലീവ് എടുത്തിരുന്നത്? അതെ സർ. പക്ഷേ ഇന്ന് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. ആ, ഞങ്ങളെയൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നതായി ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഉവ്വ സർ. ഇരിക്കൂ. ഒരർത്ഥത്തിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത് നന്നായി. ആലോചനകൾ ഒരേ ട്രാക്കിൽ തന്നെ പോകുമ്പോൾ നമ്മൾ വല്ലാതെ നിരാശരാകും. ഒരു മാറ്റം, ഒരു ഡൈവേർഷൻ നല്ലതാണ്, വിശേഷിച്ചും സുമിത്രയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. ബൈ ദ ബൈ, കാറ്റും കോളും ഒക്കെ അടങ്ങിയോ? ഓക്കെ, പറയണമെന്നില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സാരമില്ല, നമ്മുടെ മനസ്സിന്റെ നന്മ അത് മുറുകെ പിടിക്കുക, ബാക്കിയെല്ലാം ഈശ്വരന് വിടുക. സുമിത്ര പൊയ്ക്കോളൂ. ആ സുമിത്ര വന്നു എന്നറിഞ്ഞു. എന്താ ജോയിൻ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ജോയിൻ ചെയ്യാൻ വന്നതാ കാലത്തെ. വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് വല്ലാത്ത ബോറടി. സുമിത്ര ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഞങ്ങളുടെ സ്ഥിതിയും ഏതാണ്ട് അത് തന്നെയാ. ഇത്തിരി സാഹിത്യകാര്യങ്ങൾ സംസാരിക്കാൻ ഒരാളില്ലല്ലോ. എനിവേ, ലീവ് ക്യാൻസൽ ചെയ്തതിന് നന്ദി. ഇരുന്നോളൂ. ആഹാ, ഞാൻ ഇന്നങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇന്നലെ സുമിത്ര വീട്ടിലുണ്ടായിരുന്നോ? വൈകിട്ട് ഒരു 7-7:30. ഞാൻ ഫോൺ ചെയ്തപ്പോൾ ആരും എടുത്തില്ലെന്ന് പറയാൻ പറ്റില്ല. റിസീവർ എടുത്തു. സുമിത്ര ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ കട്ട് ചെയ്യുകയും ചെയ്തു. അത് സുമിത്രയായിരുന്നോ അതോ? സംശയിക്കണ്ട, അത് ഞാനായിരുന്നില്ല. ഞാനിപ്പോ എന്റെ വീട്ടിലാ. ഉഷേ, എന്താ സുമിത്ര, എന്താ ഉണ്ടായത്? പറയാം. അതെ ഉഷേ, ഒടുവിലത് സംഭവിച്ചു. പ്രസാദേട്ടനെ വിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്നു. പോരേണ്ടി വന്നു. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ? പെട്ടെന്നല്ല, ഞാൻ പറഞ്ഞില്ലേ, മറ്റു നിവർത്തിയില്ലായിരുന്നു. പിടിച്ചു പുറത്താക്കുന്നതിന് മുൻപ് തനിയെ പോരുന്നതല്ലേ ഭംഗി. പക്ഷെ സമൂഹം അറിഞ്ഞിട്ടില്ല. എന്റെ കഴുത്തിൽ താലി കിടപ്പുണ്ടല്ലോ. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ലേ?
ഒരു കോംപ്രമൈസിന് ശ്രമിച്ചു നോക്കാൻ. കോംപ്രമൈസ് ആ ഘട്ടമൊക്കെ കഴിഞ്ഞു പോയി ഉഷേ. എന്നാലും പടിയിറങ്ങുമ്പോ അവസാന നിമിഷത്തിലെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ, അനുകമ്പയോടെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. ഒന്നും ഉണ്ടായില്ല. ആശ്വാസമായി കണ്ടുള്ളൂ ആ മുഖത്ത്. ഒരു ഭാരം ഒഴിവാക്കിയ സന്തോഷം. ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ മൂലം പ്രസാദേട്ടൻ ടെൻഷൻ അനുഭവിക്കുകയായിരുന്നു. ഇപ്പൊ അതൊഴിവായി ഉഷ. എന്നാലും ഇങ്ങനൊരു അവസാനം അതൊരിക്കലും സംഭവിക്കരുതായിരുന്നു. ജീവിതം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന പോലെ ആയിരുന്നെങ്കിൽ എന്ത് സുഖമായനെ. സാരമില്ല, ഇതിങ്ങനെ തന്നെ അവസാനിക്കണമെന്നായിരിക്കും വിധി. അത് ഞാൻ ഒരാളെ വിചാരിച്ച ഒഴിവാക്കാനാവില്ലല്ലോ ഉഷേ. ലീഗലായി മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ?